നമസ്കാരം. ഹെഡ് ആൻഡ് ക്യാൻസർ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുകയിലെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും പല രോഗികളോടും സംസാരിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പുക വലിക്കാത്തവർക്കും ക്യാൻസർ വരുന്നില്ലേ, അതിന്റെ കാരണം എന്താണെന്ന്. സത്യമാണ്. അതിനെക്കുറിച്ച് പറയണമെങ്കിൽ പുകവലിയുടെ ശീലങ്ങളെ കുറിച്ച് സംസാരിക്കണം. അതായത് ഒന്ന് ഡയറക്റ്റ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വ്യക്തി പുകവലിക്കുന്നു, ആ വ്യക്തിയുടെ ശരീരത്തിലോട്ട് കയറിച്ചിരുന്നു, അത് ഡയറക്റ്റ് സ്മോക്കിംഗ്. അതിന്റെ ദൂഷ്യഫലങ്ങളെല്ലാം ആ പുകവലിക്കുന്ന വ്യക്തിക്കായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി അടുത്താണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി പുകവലിക്കുന്നു, ആ പുറത്തേക്ക് വിടുന്ന പുക അടുത്ത് നിൽക്കുന്ന വ്യക്തി നേരിട്ട് ശ്വസിക്കുന്നു. അതിനെയാണ് സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അത് ഈ പുകവലിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാവുന്ന എല്ലാ ദൂഷ്യഫലങ്ങളും അടുത്ത് നിൽക്കുന്ന സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങിന് എക്സ്പോസ്ഡ് ആവുന്ന വ്യക്തിക്കും ഉണ്ടാവും. അതാണ് ഒരു കാര്യം. ഇനി മൂന്നാമത് ഒരു കാര്യമുണ്ട്. ഈ ഡയറക്റ്റ് സ്മോക്കിങ്ങും സെക്കൻഡ് ഹാൻഡ് സ്മോക്കിങ്ങും മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. മൂന്നാമതൊരെണ്ണമുണ്ട് തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് എന്ന് വെച്ചാൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി നമ്മളിപ്പോൾ പുക വലിക്കുന്നു, ആ പുകയ്ക്കകത്തുള്ളതെല്ലാം നമ്മൾ പുക കാണുന്നതെല്ലാം എയറോസോൾസ് എന്ന് പറഞ്ഞ സാധനമാണ്. അതാണ് ഈ പുകയ്ക്കകത്തുള്ളതെല്ലാം ഉള്ളത്. ഈ പുകയെല്ലാം പോയി കഴിയുമ്പോൾ ഈ എയറോസോൾസ് എല്ലാം, അതായത് പൊടി പടലങ്ങളെല്ലാം അവിടെയുള്ള പ്രതലങ്ങളോട്ട് അടിഞ്ഞുകൂടും. അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ സാധാരണ പൊടി പോലെ തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തി വീട്ടിൽ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാ പ്രതലങ്ങളിലും നിലമായിക്കോട്ടെ, അല്ലെങ്കിൽ കിടക്കകൾ, ബെഡ്ഷീറ്റ്, കസേരകൾ, കുട്ടികളുടെ ടോയ്സ്, ഇതിലെല്ലാം ഈ പൊടിപടലങ്ങൾ, അതായത് പുകയിലയുടെ എയറോസോൾസ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ ആ വീട്ടിലെ എല്ലാ വ്യക്തികളും 24 മണിക്കൂറും ഈ എയറോസോൾസിന് എക്സ്പോസ്ഡ് ആണ്. ഈ എയറോസോൾസിന് പ്രത്യേകിച്ച് മണമുണ്ടാവില്ല, നിറമുണ്ടാവില്ല. അത് തുടച്ച് കളഞ്ഞ് സോപ്പിട്ട് കഴുകിയാലും അത് പോകുന്ന സാധനമല്ല. അത് ചിലപ്പോൾ ദിവസങ്ങളോ ആഴ്ചകളോ അവിടെ തന്നെ അടിഞ്ഞുകൂടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ഒരാളുടെ വീട്ടിൽ ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അവിടെയുള്ള കുട്ടികളായിക്കോട്ടെ, അവിടെയുള്ള അവരുടെ വീട്ടുകാരായിക്കോട്ടെ, ഇത് എപ്പോഴും എക്സ്പോസ്ഡ് ആണ്. അപ്പം ഇത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ല. പൊതുവേ ഇത് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലൊക്കെ ഇപ്പോൾ പല പഠനങ്ങളും നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതിനെക്കുറിച്ച്. ഇതൊരു അളക്കാൻ പറ്റുന്ന, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസൾട്ടുകൾ വന്നേക്കാം. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടും. അപ്പോൾ കഴിവതും ഈ പുകയില ഉപയോഗിക്കാത്തവർക്ക് ക്യാൻസർ വരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിന്റെ ഏകദേശം ഉത്തരം വേണമെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റും. ദയവ് ചെയ്ത് പുകയില ഉപേക്ഷിക്കുക. നിങ്ങളെയും നിങ്ങളുടെ കൂട്ടുകാരെയും വീട്ടുകാരെയും ക്യാൻസറിൽ നിന്ന് അകറ്റി നിർത്തുക. നന്ദി.